ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സിമ്പിളായിട്ടുള്ള ഒരു തക്കാളി രസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ആ രസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. വളരെ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണിത്. നമുക്ക് ഒരു പ്ലേറ്റ് ചോറുണ്ടെങ്കിൽ ഈ ഒരു രസം മാത്രം മതി, വേറെ കറിയൊന്നും വേണ്ട. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അടിപൊളി ടേസ്റ്റിലൊരു രസമാണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് 4 നല്ലപോലെ പഴുത്ത തക്കാളി, ഒരു 5 അല്ലി വെളുത്തുള്ളി, ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ 10 അല്ലി എടുക്കുക, ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, പിന്നെ ചൂടുവെള്ളത്തിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷം ബാക്കിയെല്ലാം ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. അതിനുശേഷം കടുക് വറുത്ത് വറ്റൽമുളക് ഇട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒന്ന് ഇതിലേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറി കഴിയുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വെന്തടിയുന്നതിനും വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ടൊന്ന് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ട ശേഷം നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളിയും അതിലേക്ക് പിന്നെ 1 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഉലുവ വറുത്ത് പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി രസം ഇവിടെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും ഇനി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു ഐറ്റമാണ് മല്ലിയില എന്ന് പറയുന്നത്. മല്ലിയില മസ്റ്റായിട്ട് നിങ്ങൾ ചേർക്കണം, എങ്കിൽ മാത്രമേ ആ തക്കാളിയുടെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നമ്മൾ തിളച്ചതിന് ശേഷം ഞാനിവിടെ 1 പിടി മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ മല്ലിയില ചേർക്കണം. ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ 1 പ്ലേറ്റ് ചോറുണ്ണാൻ ഈ ഒരു രസം മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചെയ്തേക്കണേ. ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ്.